ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ യൂസ് സ്റ്റേറ്റ് കണ്ടായിരുന്നു. അതേപോലെ ഒരു മൂവീൻ്റെ നമ്മൾ നെയിം, ഡിസ്ക്രിപ്ഷൻ, അതേപോലെ ഇമേജ്, ലൈക്ക് ബട്ടൺ ഒക്കെ വെച്ചു. ഇനിയിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പേജ് എങ്ങനെ ഡിസ്പ്ലേ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു നെറ്റ്ഫ്ലിക്സിൽ കയറി കഴിഞ്ഞാൽ, ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ എന്താ പറയുക, പല പല കാറ്റഗറീസ് ഓഫ് മൂവീസ് കാണും. അതേപോലെ ഏറ്റവും ടോപ്പിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള മൂവി റീലോഡ് ചെയ്യുമ്പോൾ പുതിയ പുതിയ മൂവീനെ വലിയ ബിഗ് സ്ക്രീനിൽ വരും. അതേപോലെ തന്നെ താഴെ കാറ്റഗറി ഓരോ കാറ്റഗറീസിലുള്ള ഓരോ മൂവീസ് ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഇതെങ്ങനെ നമുക്ക് കമ്പോണൻസ് ആയിട്ട് നമുക്ക് എങ്ങനെ ഡിസ്പ്ലേ ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനെ കൂടി കുറച്ചും കൂടി അപ്ഗ്രേഡഡ് ആയിട്ടുള്ള രൂപത്തിൽ ഇമേജും താഴെ ഒരു മൂവി നെയിമും ലൈക്ക് ബട്ടൺ, ഇപ്പൊ നമ്മൾ ചെയ്ത ലൈക്ക് ബട്ടൺ ഒക്കെ വരുന്ന രൂപത്തിൽ നമ്മൾ ചെയ്യാൻ പോണം. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ, സോ നമ്മൾ ആദ്യം എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഡിഫ് ഉണ്ടല്ലോ, ഇപ്പൊ ഓൾറെഡി ഒരു മൂവിയും ഡിസ്ക്രിപ്ഷനും അതേപോലെ ലൈക്ക് ബട്ടൺ ഒക്കെ ഒരു ഡിസ്പ്ലേ പേജിലാണ് ചെയ്തിരിക്കുന്നത്. അതൊരു കമ്പോണന്റ് ആക്കിയിട്ട് നമ്മൾ ആ കമ്പോണന്റ് വേണം അവിടെ വിളിക്കാൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആദ്യം ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കും. ഇത് എടുത്തതിന് ശേഷം കൺട്രോൾ എക്സ് വെച്ച് കട്ട് ചെയ്യുന്നു. അതിനുശേഷം ഒരു കമ്പോണന്റ് കിട്ടും. എന്താണ്? മൂവി എന്ന് പറഞ്ഞൊരു കമ്പോണന്റ്. ഓക്കെ, മൂവി. ഓക്കെ, അപ്പൊ ക്യാപിറ്റൽ എം മൂവി ഡോട്ട് JSX എന്ന് പറഞ്ഞിട്ട് ഒരു ഫയൽ ഉണ്ടാക്കി. RAFC അടിച്ചു. നമ്മൾ മൂവിന്റെ ഇത് ക്രിയേറ്റ് ചെയ്തു. ഇനി ഇതിന്റെ അകത്ത് പേസ്റ്റ് ചെയ്യുന്നു. ഇനിയിപ്പോ ഇവിടെ കൗണ്ടും സെറ്റ് കൗണ്ടും ഇല്ല. ആ യൂസ് സ്റ്റേറ്റ് നമ്മൾ അവിടെ നിന്ന് കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാം. നമുക്ക് ഇവിടെ യൂസ് സ്റ്റേറ്റിന്റെ ആവശ്യം വരില്ല. ഓർക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? മൂവിയിൽ വരുന്നു, നേരെ ഇത് പേസ്റ്റ് ചെയ്യും. റിട്ടേൺ ജസ്റ്റ് ടോപ്പിലായിട്ട് നമ്മൾ അതേപോലെ ഇമ്പോർട്ട് ചെയ്യും വേണം. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നു? അതേപോലെ തന്നെ കോമ ഇടുന്നു, കർലി ബ്രാക്കറ്റ് ഇട്ട് യൂസ് സ്റ്റേറ്റ് എന്ന് എഴുതും. ഓക്കെ, അപ്പൊ ഇത് ഓക്കെ. ഇനി ഈ കമ്പോണന്റ് ജസ്റ്റ് അവിടെ കോൾ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് കമാൻഡിന്റെ പേര് മൂവി എന്നാണ്. ./മൂവി കാരണം സെയിം ഡയറക്ടറി തന്നെയാണ്. അതെ, ./movie.jsx ആണ്. ഇനി അവിടെ ജസ്റ്റ് നമുക്ക് വിളിക്കാം, വർക്കായി നോക്കാം. ഇതാണ് നമ്മുടെ ഫയൽ. അപ്പൊ ഇത് വന്നിട്ടുണ്ട്. ഇനി ഇതേപോലെ നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ട് കമ്പോണൻസ് വിളിക്കണമെങ്കിൽ എന്താ ചെയ്യാം? ഇതേപോലെ നമ്മൾ മൾട്ടിപ്പിൾ ആയിട്ട് കമ്പോണൻസ് വിളിക്കാൻ നമ്മൾ ഇതേപോലെ മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാക്കിയാൽ മതി. അപ്പൊ ഇതേപോലെ ക്രിയേറ്റ് ആവും. ഇപ്പൊ എല്ലാം എങ്ങനെയാ വന്നിരിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ റോ അല്ല വന്നിരിക്കണം. നമുക്ക് ഒരു റോ ഓഫ് ഇമേജസ് വേണം. അതെ, നമുക്ക് ഇതൊരു കുറച്ച് എഡിറ്റും കൂടി വരുത്താനുണ്ട് മൂവി കമ്പോണന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവി കമ്പോണന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഫ്ലെക്സ്, കോൾ, ജസ്റ്റിഫൈ സെന്റർ, ഐറ്റം സെന്റർ, ഇങ്ങനെയാണ് വന്നേക്കണം. അപ്പൊ ഇതിപ്പോ ഓരോന്നോരോന്നായിട്ടാണല്ലോ. അപ്പൊ ഓരോ കാറ്റഗറി ഓഫ് ഇമേജസിന് ഒരു ടൈറ്റിൽ ഉണ്ട് അല്ലെ? അപ്പൊ നമ്മൾ ആ ടൈറ്റിൽ ആദ്യം ഡിസ്പ്ലേ ചെയ്യിപ്പിക്കണം. ഓക്കെ, അപ്പൊ ഡയറക്റ്റ് ഈ മൂവി എന്ന് പറഞ്ഞത് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുന്നതിന് പകരം നമുക്ക് ഇവിടെ ആദ്യം ഒരു റോ ക്രിയേറ്റ് ചെയ്യാം. റോ കമ്പോണന്റ് ഉണ്ടാക്കാം. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇവിടെ പോകുന്നു. നമ്മളിപ്പോ ഡിസ്പ്ലേ ചെയ്തല്ലോ, ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? അത് ആദ്യം ഈ പറഞ്ഞ ബട്ടൺ ഒരു റോ കമ്പോണന്റ് അകത്ത് വിളിച്ചിട്ട് ഈ റോ മാത്രം ഇതിന്റെ അകത്ത് വിളിച്ചാൽ മതി. അപ്പൊ നമുക്ക് ആ പേരും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അതിനനുസരിച്ച് കൊടുക്കാമല്ലോ. ഓക്കെ, മൂവി റോ .jsx എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് വിളിച്ചു. ഇതിന്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്തു? സിമ്പിൾ ആണ്. നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഒരു ടൈറ്റിൽ വേണം ഓരോ റോയ്ക്കും. അതെ, അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഒരു ടൈറ്റിൽ പാർട്ട് ഉണ്ടാക്കും. ഓക്കെ, ഇതിന് നമ്മൾ ടൈറ്റിൽ എന്ന് കൊടുക്കുക. പിന്നെ കാറ്റഗറി നെയിം ടൈറ്റിൽ അല്ലെങ്കിൽ കാറ്റഗറി നെയിം. ഓക്കെ, ഇവിടെ നമുക്കത് ലേറ്റർ ഓൺ പ്രോപ്സ് ആയിട്ട് പാസ് ചെയ്യാം, കാരണം മൾട്ടിപ്പിൾ റോസ് ഉണ്ടല്ലോ. അതെ, ഇനി ഇവിടെയാണ് എന്ത് വരുന്നത്? കാർഡ്സ് വരുന്നത്. ഓക്കെ, ഇൻഡിവിജ്വൽ ഇമേജ്. അതെ അതെ. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? മൂവിനെ വിളിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം മൂവിനെ ഇമ്പോർട്ട് ചെയ്യാം. മൂവി നമുക്ക് ഡിസ്പ്ലേ പേജിൽ വിളിക്കാണ്ട് ഇവിടെ വിളിക്കാം. ഇവിടെ വിളിക്കുമ്പോഴത്തേക്കുള്ള യൂസേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആൾക്കാരെ റോയിൽ തന്നെ മൾട്ടിപ്പിൾ മൂവീസ് വിളിക്കാൻ പറ്റും അല്ലേ? ഇവിടെ ഇപ്പൊ മൂവി എന്ന് പറഞ്ഞ് വിളിക്കാം. ഓക്കെ, അപ്പൊ ഈ റോ കമ്പോണന്റ് വിളിക്കണ്ടേ? ഇനി മൂവി റോ എന്ന് പറഞ്ഞ ആളെ കോപ്പി ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഡിസ്പ്ലേ പേജിന്റെ അകത്ത് ഇമ്പോർട്ട് ഫ്രം ./മൂവി റോ എന്ന് വിളിച്ചാൽ മതി. അതിനുശേഷം ഇവിടെ മൂവി റോ എന്ന് പറഞ്ഞിട്ട് ആളെ വിളിക്കാം. ഓക്കെ,
ഇപ്പൊ ഇച്ചിരി കുഴഞ്ഞ പോലെ ഫീൽ ചെയ്താൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ സ്ട്രക്ചർ ചെയ്യുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വളരെ കുറഞ്ഞ ലൈൻസ് ഓഫ് കോഡ് മതി പെട്ടെന്ന് മനസ്സിലാവാൻ. ഒരു റോയിൽ തന്നെ നമുക്ക് കമ്പോണൻസ് വിളിക്കേണ്ട ആവശ്യമില്ല. ഓരോ റോയിൽ ഡിസ്പ്ലേ പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ ഇപ്പൊ നമുക്കൊരു 5 മൂവി റോ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് സുഖമായിട്ട് മൂവി റോസ് ക്രിയേറ്റ് ചെയ്യാം. അതിപ്പോ ഡിഫറൻസ് മനസ്സിലാവില്ല. നമ്മൾ ആ മൂവി റോയില് മൾട്ടിപ്പിൾ മൂവീസ് വരുത്തുമ്പോഴേ നമുക്ക് ഇപ്പൊ ഒരു മൂവി റോ നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. ആദ്യത്തെ മൂവി റോന്റെ കാറ്റഗറി നെയിം സെറ്റ് ചെയ്തു. ഇനി ഇതിന്റെ അകത്ത് ഇതൊരു ഡിവിന്റെ അകത്ത് ഇടാം. ഓക്കെ, ഡിവിന്റെ അകത്ത് ഒരു മൂവി ഇട്ട് നമുക്ക് ആ മൂവിന്റെ നെയിമും അതേപോലെ ലൈക്ക് മറ്റേ നെയിമും ഇമേജ് ഒക്കെ പ്രോപ്സ് ആക്കിയാലോ? അതെ, തീർച്ചയായിട്ടും. ആദ്യം ഇത് നമുക്ക് ഫ്ലെക്സ് ആക്കാം. ഫ്ലെക്സ് ഇടുമ്പോ ഒരു സൈഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു അറ്റത്തുനിന്ന് വേറെ അറ്റത്തേക്ക് ഇങ്ങനെ ഇനിയിപ്പോ ഒരു 4 മൂവി വിളിച്ചിട്ടുണ്ട്. കണ്ട ഇതേപോലെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഗ്യാപ്പ് ഈക്വൽ ടു ഒരു 5 കൊടുത്ത് ഇവര് തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് 5 ആയി. ഇപ്പൊ നമുക്ക് മൾട്ടിപ്പിൾ റോസ് വിളിക്കണമെങ്കിൽ ഒരു റോ നെയിം കൊടുത്തേക്ക്. ഓക്കെ, എന്താണ് പറഞ്ഞത്? കാറ്റഗറി നെയിം ഇല്ലേ? കാറ്റഗറി നെയിം അത് എന്തായിട്ടാ കൊടുക്കണ്ടേ? അതില്ലേ കളർ ബ്ലാക്ക് ആയിരിക്കണം, അതുകൊണ്ട് കാണാത്തത്. അത് ജസ്റ്റ് എന്താക്കണം, അതെ കാറ്റഗറി നെയിം വന്നിട്ടുണ്ട്. വൈറ്റ് ആക്കിയിട്ട് നമുക്ക് അത്യാവശ്യം ഫോണ്ട് ബോൾഡ്നെസ് കൊടുക്കാം. ഓക്കെ, ടെക്സ്റ്റ് വൈറ്റ് ആക്കി എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടെക്സ്റ്റ് ഒരു 3XL കൊടുക്കാം. ഫോണ്ട് ഇച്ചിരി വലുതായിട്ടിട്ട് ഒരു ഫോണ്ടും കൊടുക്കാം. ഫോണ്ട് എന്താ കൊടുക്കണ്ടേ? ബോൾഡ് കൊടുക്കാം. ഇച്ചിരി ബോൾഡ് ആയിട്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ഇച്ചിരി ഒരു പാഡിങ് കൊടുക്കാം. അപ്പോ നമുക്ക് ഇതിന് കൊടുക്കാം എന്ന് വെച്ചാൽ ഇതാണല്ലോ നമുക്ക് ഇച്ചിരി താന്ന് വരേണ്ടത്. അപ്പൊ പാഡിങ് ഒരു Y ആക്സിസിൽ കൊടുത്താൽ മതി. ടോപ്പിൽ നിന്നും ബോട്ടിൽ ചെയ്യുന്നല്ലേ ഒരു 5, 6 കൊടുക്കാം. 6 കൊടുക്കുമ്പോൾ കുറച്ച് അത്യാവശ്യം പല കാറ്റഗറീസ് ഉണ്ടെങ്കിലോ? അപ്പൊ ഇനി പല കാറ്റഗറീസ് ഉള്ളപ്പോൾ ഡിസ്പ്ലേ പേജിന്റെ അകത്ത് മൂവി റോ എന്ന് പറയുന്നത് ഇപ്പൊ ഒരു 4 പ്രാവശ്യം വിളിച്ചിട്ടുണ്ടെങ്കിൽ 4 കാറ്റഗറീസ് ആയിരിക്കും ഇങ്ങനെ പറഞ്ഞത്. ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല എളുപ്പത്തിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇപ്പൊ ഓരോന്നിന്റെ അകത്തും നമുക്ക് ഇൻഡിവിജ്വലി ലൈക്ക് കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റും. ഓരോന്നിന്റെ അകത്തും ഇത് ക്ലിയർ ആയിട്ട് വരും. ഇനിയിപ്പോ നമുക്ക് ഒരു പല മൂവീസ് അപ്ഡേറ്റ് ചെയ്താലോ എന്ന് വെച്ചാൽ മൂവി പ്രോപ്സ് ആയിട്ട് പാസ് ചെയ്തല്ലോ, മൂവി നെയിം അതേപോലെ മൂവി ഡിസ്ക്രിപ്ഷൻ. ഡിസ്ക്രിപ്ഷൻ ഇവിടെ വേണ്ട, മൂവി ഡിസ്ക്രിപ്ഷൻ ഒഴിവാക്കാം. മൂവി നെയിമും ഇമേജും നമുക്ക് പ്രോപ്സ് ആയിട്ട് പാസ് ചെയ്യാം. അപ്പൊ ആദ്യം നമുക്ക് ഏറ്റവും ലോസ് ലെവലിൽ നിന്ന് തുടങ്ങാം. മൂവി റോയിലെത്തി റോന്റെ നെയിം കാറ്റഗറി നെയിം പാസ് ചെയ്യാൻ പോകണം. കാറ്റഗറി നെയിമും ആദ്യം സെറ്റ് ചെയ്യാം, മൂവീസിന്റെ അകത്തോട്ടുള്ള ഡാറ്റ പാസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോ ഒരു സിംഗിൾ മൂവിക്ക് എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളതാണ്. നമ്മള് ബിഫോർ നമ്മൾ എന്ത് പഠിച്ചു, പ്രോപ്സ് പാസ് ചെയ്യുന്ന പഠിച്ചു, ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോന്ന് എങ്ങനെ പാസ് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇപ്പൊ നമുക്കൊരു വേരിയബിൾ വെച്ച് തന്നെ സെറ്റ് ചെയ്യാൻ പഠിക്കാം. ജസ്റ്റ് ഒരു വേരിയബിളിൽ നിന്ന് എങ്ങനെയാണ് ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. നമ്മൾ നേരത്തെ ഹെഡിങ് പഠിച്ചില്ലേ, ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ നമ്മൾ പഠിച്ചതെന്ന് വെച്ചാൽ ഹെഡിങ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഡബിൾ കോട്ട്സിന്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്ത് മൂവി 1 എന്ന് കൊടുത്തു. എന്നിട്ട് മൂവിന്റെ അകത്ത് എന്ത് ചെയ്തു, നമുക്ക് ഇതൊന്ന് സിമ്പിൾ ആയിട്ട് അങ്ങ് ചെയ്തേക്കാം. അപ്പൊ മനസ്സിലാവുമല്ലോ, ഹെഡിങ് എന്ന് പറയുന്നത് അവിടെ എന്ത് പേരാണ് കൊടുക്കണം അത് തന്നെ ഇവിടെ വിളിക്കണമെന്നില്ല. എക്സ് എന്നോ വൈ എന്നോ എന്തുവേണമെങ്കിലും വിളിക്കാം കേട്ടോ, പേരെന്തെങ്കിലും വിളിക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, ആ ഹെഡിങ് ഇവിടെ ഞാൻ എന്ത് ചെയ്യുവാണ്, ഒരു കേളി ബ്രാക്കറ്റ് ഇട്ടിട്ട് വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യും, മൂവി 1 എന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ബാക്കിയുള്ള റോസ് എല്ലാം ഡിലീറ്റ് ചെയ്യാം, ഒറ്റ റോ മതി. ഇപ്പൊ മനസ്സിലാക്കാനാണ് മൂവി 1 എന്ന് വിളിച്ച്. ഇനിയിപ്പോ നമ്മൾ ഒരു അപ്ഗ്രഡേഷൻ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാൻ പോകും. നമുക്കിപ്പോ കുറെ ഡാറ്റ ഉണ്ടെന്ന് വിചാരിക്കും, നെയിം, ഡിസ്ക്രിപ്ഷൻ, അതേപോലെ മൂവിന്റെ റേറ്റിംഗ്, ഇനി ഇത് മാത്രമല്ലാണ്ട് ഇപ്പൊ മൂവി 1 എന്ന് ഇവിടെ കൊടുത്തില്ലേ, അതിന് വരെ എനിക്ക് എന്ത് ചെയ്യാം, ലെറ്റ് ഹെഡിങ് എന്ന് പറഞ്ഞിട്ട് ലെറ്റ് ഹെഡിങ് ഈക്വൽ ടു മൂവി 1 എന്ന് ഇവിടെ കൊടുത്തെന്ന് വിചാരിച്ചോ. ഇത് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, വേറെ പേര് കൊടുക്കാം, കൺഫ്യൂഷൻ. ഓക്കെ, ലെറ്റ് ഹെഡ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇപ്പൊ ഹെഡ് എന്ന് പറഞ്ഞാൽ വേരിയബിളിന്റെ അകത്ത് ഞാൻ മൂവി 1 ഇട്ട് വെച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചോ. ഇങ്ങനെ എനിക്ക് എന്ത് ചെയ്യാം, അപ്പൊ ഞാൻ എന്ത് ചെയ്താൽ മതി, ഒരു കേളി ബ്രാക്കറ്റ് ഇട്ടിട്ട് ഈ വേരിയബിൾ പാസ് ചെയ്ത് കൊടുത്താൽ മതി. എന്തുകൊണ്ട് ഡബിൾ കോട്ട്സ് ഇട്ടു, അതൊരു സ്ട്രിങ് ആയതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് വാല്യൂസ് ഒന്നുമില്ല. പക്ഷെ ഹെഡ് എന്ന് പറഞ്ഞ ഇതൊരു വേരിയബിളാ, അപ്പൊ അതെന്ത് ചെയ്യണം, കേളി ബ്രാക്കറ്റിൽ ഇടാം, ജാവാസ്ക്രിപ്റ്റ് ആയിരുന്നു. ഇപ്പൊ എന്ത് ചെയ്യാനുണ്ട്, വർക്ക് ആവണുണ്ട്. ഓക്കെ, ഇനിയിപ്പോ ഹെഡ് എന്ന് പറഞ്ഞ സാധനം ഇനി ഇതേപോലെ ഞാൻ ഓരോരോ വേരിയബിൾസ് നമ്മൾ പ്രോപ്സിൽ പഠിച്ചില്ല 3 എണ്ണം, ഇതിപ്പോ 10ഓ 15ഓ ഒക്കെ ഉള്ളപ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര പാടായിരുന്നു. സിംഗിൾ ലൈനിൽ അടിക്കാൻ പാടാനും അവരെല്ലാം കൂടി ഒരു ഒബ്ജക്ട് ആക്കിയിട്ട് പാസ് ചെയ്യണത് ഭയങ്കര. അപ്പൊ ഒബ്ജക്ട് എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് ഇതേപോലുള്ള വേരിയബിൾസ് ആണ്, മൾട്ടിപ്പിൾ ഡാറ്റ ടൈപ്സ് ഒക്കെ വേരിയബിൾസ്.
അപ്പൊ നമ്മൾ എങ്ങനെ ഒരു വേരിയബിൾ ഒബ്ജക്റ്റ് സെറ്റ് ചെയ്യണേ? നേരത്തെ യൂസ് സ്റ്റേറ്റ് പഠിച്ചില്ലേ, അതിൽ ഒബ്ജക്റ്റ് സെറ്റ് ചെയ്തോടെ? തീർച്ചയായിട്ടും ഒബ്ജക്റ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം. നമുക്ക് അങ്ങനെ ചെയ്യണോ? ഓക്കെ, തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വെറുതെ സെറ്റ് ചെയ്താലോ? നമുക്ക് ആദ്യം വെറുതെ സെറ്റ് ചെയ്യാം, എന്നിട്ട് നമുക്ക് സ്റ്റേറ്റിൽ ഓരോന്ന് സെറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്ത് ഇപ്പോ ലെറ്റ് ഇപ്പൊ നമുക്ക് ഒബ്ജക്റ്റിന് എന്താ ഒരു പേര് കൊടുക്കണം? മൂവി എന്ന് കൊടുക്കാം. മൂവി 1. ഓക്കെ, മൂവി 1. ഓരോ മൂവിന്റെയും ഡാറ്റ ആണല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ മൂവി 1 ഈക്വൽ ടു ഒബ്ജക്റ്റ് എങ്ങനെ സെറ്റ് ചെയ്യണം വെച്ചാൽ കേളി ബ്രാക്കറ്റ് ഇടുവാണ് ചെയ്യണം. ഒരു കേളി ബ്രാക്കറ്റ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുവാണ്, ഇതിപ്പോ ഇവര് ഹിന്റ് പോലെ തന്നിട്ടുണ്ട്, എന്നാലും നമ്മൾ എന്ത് ചെയ്യുക, ഇതിപ്പോ ഹെഡിങ്. അപ്പൊ നമ്മൾ ഇവിടെ എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കീ വാല്യൂ പെയർ ആയിട്ട് സെറ്റ് ചെയ്യണം. സി പ്രോഗ്രാമിൽ ഇതിലൊക്കെ നമ്മൾ പഠിച്ചാൽ ഇതാണ് കീ എന്ന് വെച്ചാൽ അയാൾ എന്ത് പേരിൽ, ഇപ്പൊ നമ്മൾ വേരിയബിൾ നെയിം പറഞ്ഞില്ല, അതുപോലെ അല്ല. അപ്പൊ കീ ഡബിൾ കോട്ട്സിൽ ഇടുക, മൂവി 1 എന്നാണ്. ഓക്കെ, ഇനിയിപ്പൊ അടുത്തതായിട്ട് വരുന്നത് എന്താണ്? ഡിസ്ക്രിപ്ഷൻ. ഡിസ്ക്രിപ്ഷൻ വേണ്ട. അപ്പൊ അതിന് പകരം നമ്മൾ ഇമേജ് കോളൻ ഒരു ഇമേജ് വെച്ച് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒബ്ജക്റ്റിന്റെ ആദ്യം ഒരു കീ, പിന്നെ കോളൻ ഒരു വാല്യൂ, ഇങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്. ഡബിൾ കോട്ട്സിലാണ്. ഓക്കെ, ഇനി അതിനുശേഷം എന്താണ്? കോമ ഇടണം. എന്നിട്ട് അടുത്ത വാല്യൂ എടുക്കുക, കോമ ഇടുക. സെപ്പറേറ്റഡ് ഒരു വേരിയബിൾസ്. എന്നിട്ട് ഇനി എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ നമ്മളിപ്പോ ഈ ഹെഡിങ് ഈക്വൽ ടു ഹെഡിങ് ഇങ്ങനെ ഓരോന്നോരോന്ന് പാസ് ചെയ്ത് കൊടുത്തതിന് പകരം ഈ ഒബ്ജക്ട് ഇങ്ങനെ തന്നെ എനിക്ക് പാസ് ചെയ്ത് കൊടുക്കാം, പാസ് ചെയ്ത് കൊടുക്കാം. അത് തന്നെ. ഇപ്പൊ ഞാൻ എന്ത് ചെയ്ത് ഡാറ്റ എന്ന് പറഞ്ഞൊരു പേരിലായിട്ട് അത് തന്നെ അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഡാറ്റ ഈക്വൽ ടു മൂവി 1 എന്ന് സെറ്റ് ചെയ്ത് ഇനി ഞാൻ അവിടെ എങ്ങനെ ഇത് വിളിക്കും? ഇപ്പോ മറ്റേ ഡിസ്പ്ലേ ഇപ്പൊ മൂവി എന്ന് പറഞ്ഞതിന്റെ അകത്ത് ഈ ഹെഡിങ് എന്ന് പറഞ്ഞെടുത്തതിന് പകരം ഞാൻ ഡാറ്റ എന്ന് പറഞ്ഞ പേരിലെടുത്തു. ഓക്കെ, അപ്പൊ ഈ ഡാറ്റയുടെ അകത്തുള്ള ഓരോ വാല്യൂസും വിളിക്കാനായിട്ട് നമ്മൾ നേരത്തെ പ്രോപ്സ് ഡോട്ട് ടൈറ്റിൽ, പ്രോപ്സ് ഡോട്ട് നെയിം എന്ന് വിളിച്ച പോലെ നമുക്ക് ഡാറ്റ ഡോട്ട്. തീർച്ചയായിട്ടും. ഇനി ഇവിടെ ഡാറ്റ ഡോട്ട് ഹെഡിങ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ഈ സംഭവം വരും. മനസ്സിലായ? ഇനിയിപ്പോ ഒരു എക്സാമ്പിൾ കൂടെ ചെയ്യാം. ഇപ്പൊ ഡിസ്ക്രിപ്ഷൻ നമ്മൾ എന്തായാലും ഉപയോഗിക്കണല്ലോ, കളയുകയല്ലേ. അപ്പൊ ഇവിടെ ഇപ്പൊ ഇമേജസ് ആർച്ച് ഉപയോഗിക്കണം. ഇവിടെ ഇപ്പൊ എന്ത് ചെയ്തു? ഇത്രയും വലിയൊരു സാധനം നമ്മൾ എന്ത് ചെയ്യുക? കളഞ്ഞ്. എന്നിട്ട് നമ്മൾ കേർലി ബ്രാക്കറ്റ് ഇട്ടതിന് ശേഷം ഡാറ്റ ഡോട്ട് ഇമേജ് എന്നിട്ട് ഇവിടെ കിട്ടുന്നുണ്ട്. ഇതേ സെയിം ഇതാണ് നമ്മൾ ഉപയോഗിക്കണം. മനസ്സിലായില്ലേ? അപ്പൊ ഇതിപ്പോ നമ്മളിപ്പോ ഇച്ചിരി കൂടെ അപ്ഗ്രേഡഡ് ആയിട്ടൊരു വേർഷൻ പഠിച്ചു. എന്തെന്ന്? മൂവി 1ന്റെ അകത്ത് ഇതൊരു ഒബ്ജക്റ്റ് ആക്കാൻ പഠിച്ചു. ഒബ്ജക്റ്റിനകത്ത് എന്ത് ചെയ്യാം? മൾട്ടിപ്പിൾ വേരിയബിൾസ് നമുക്ക് ഒരുമിച്ച് കൊണ്ടുവരാം. അപ്പൊ ഇതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് സെറ്റ് ചെയ്യണം. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഡാറ്റ പുറത്തുനിന്ന് നമുക്ക് കിട്ടണം. അപ്പൊ നമുക്ക് അതൊക്കെ ഡിസ്പ്ലേ ചെയ്യാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതിപ്പോ ഒരൊറ്റ മൂവി, മൾട്ടിപ്പിൾ മൂവീസും ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ ഈ ഒബ്ജക്റ്റ് ഇല്ലേ, അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അടുത്തൊരു സാധനമാണ് അറേ. അറേ എന്ന് പറഞ്ഞാൽ എന്തെന്നോ? കളക്ഷൻ ഓഫ് സിമിലർ എലമെന്റ്സ് അല്ലേ? അത് തന്നെ, കളക്ഷൻ ഓഫ് സാധനങ്ങൾ. അപ്പൊ നമുക്ക് അറേ ഇപ്പൊ നമ്മൾ C++ലൊക്കെ പഠിച്ചു വെച്ചിട്ട് ഒരു എക്സാമ്പിൾ കാണിക്കാം. ലെറ്റ് ഇപ്പൊ അറേന് ഇപ്പൊ ഞാൻ ഡാറ്റ എന്ന് പറഞ്ഞ പേര് കൊടുക്കാം. മൂവി ഡാറ്റ എന്ന് കൊടുക്കാം. ഓക്കെ, ഹോൾ മൂവീസിന്റെ കളക്ഷൻ അല്ലേ? മൂവി ഡാറ്റ ഈക്വൽ ടു എക്സാമ്പിളിൽ നമ്മൾ എങ്ങനെ എഴുതുമെന്ന് വെച്ചാൽ 1, 2, 3, 4 ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? കളക്ഷൻ ഓഫ് സാധനങ്ങളായിട്ട് ഇങ്ങനെ എഴുതണതിനാണ് ഒരു അറേ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ എന്താ ചെയ്യാൻ പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ മൂവീസ് വേണം. ഇപ്പൊ ഒരു മൂവി ഇങ്ങനെയാണ്. ഇപ്പൊ സെക്കൻഡ് മൂവി ആണെങ്കിൽ ഇതേപോലെ ഞാൻ ലെറ്റ് മൂവി 2 എന്ന് പറഞ്ഞിട്ട് ഡാറ്റ അടിക്കാം. അത് തന്നെ. അപ്പൊ അതേപോലെ നമുക്ക് ഒരു ഉദാഹരണം ചെയ്തേക്കാം. ലെറ്റ് മൂവി 2 എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്ത് ഇവിടെ മൂവി 2 സാധനങ്ങൾ ചെയ്തു. അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യണം? ഓരോ പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് വരും പാടല്ലേ? അത് തന്നെ 1000 ടൈംസ് ഇങ്ങനെ ഒബ്ജക്റ്റും ഉണ്ടാക്കണം, 1000 ടൈം ഇത് ഇങ്ങനെ വിളിക്കുകയും ചെയ്യണം. കാരണം അപ്പൊ ഇപ്പൊ എന്ത് ചെയ്യണം? മൂവി 2 കാണിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഡാറ്റ ഈക്വൽ ടു മൂവി 2 എന്ന് കാണിക്കും. മൂവി 2 വന്നാ നോക്കട്ടെ. മൂവി 2 വന്നു. 1000 ഉണ്ടെങ്കിൽ 1000 ടൈംസ് ഇങ്ങനെ ചെയ്യണം. ഇപ്പൊ നെറ്റ്ഫ്ലിക്സ് ഒക്കെ പറഞ്ഞാൽ എന്തോരം ഡാറ്റ ഉണ്ട്. അപ്പൊ അവർ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോണം. എങ്ങനെ ചെയ്യും? അറേ ആക്കും. അപ്പൊ ഒരു അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് എന്ത് കളക്ഷൻ വേണമെങ്കിലും അറേ. തീർച്ചയായിട്ടും സ്ട്രിംഗ് മാത്രമല്ല, ഇന്റിജർ മാത്രമല്ല, ഇനിയിപ്പോ ഒബ്ജക്ട്സിന്റെ കളക്ഷൻസ്, ഒബ്ജക്ട് കളക്ഷൻ ഉണ്ടാക്കാം. ഇപ്പൊ നമ്മൾ എന്ത് 1, 2, 3, 4 എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഇതെന്താണ്? 1 എന്ന് പറഞ്ഞൊരു ഒബ്ജക്ട്, 1 എന്ന് പറഞ്ഞ ഒരു ഐറ്റം, 2 ഒരു ഐറ്റം, 3 ഒരു ഐറ്റം, 4 ഒരു ഐറ്റം. അതേപോലെ നമുക്ക് പല പല ഒബ്ജക്ട്സ് സ്റ്റോർ ചെയ്യാം. അപ്പൊ നമുക്ക് ഒബ്ജക്ട് എങ്ങനെ സ്റ്റോർ ചെയ്യാം? ഈ സാധനം നേരെ കോപ്പി ചെയ്യാം.
ഈ സാധനം നേരെ കോപ്പി ചെയ്യാം, ഇത്രയും ഭാഗം ഇത് മാത്രം നമുക്ക് ആവശ്യമുള്ളൂ. അത് വേണ്ട, ഇത് നേരെ പേസ്റ്റ് ചെയ്ത് കണ്ട, ഇത് ഒന്നാമത്തെ ഒബ്ജക്റ്റ് തീർച്ചയായിട്ടും. ഇനി ഇവർ രണ്ടാമത്തത് ഇങ്ങനെ കോപ്പി ചെയ്ത് തീർച്ചയായിട്ടും നമ്മൾ APIs ഒക്കെ വലിക്കുമ്പോ ഇല്ലേ, നമ്മൾ ഇനി API കൺസെപ്റ്റ് പഠിക്കാൻ പോണേല്ലോ, അങ്ങനെ ഒരു API വഴി ഡാറ്റ വലിക്കുമ്പോൾ മിക്കവാറും അത് ഒബ്ജക്ട്സ് ആയിരിക്കും. അതെ, ഓക്കെ, ഇങ്ങനെ ആയിരിക്കും, അറേ ഓഫ് ഒബ്ജക്ട്സ് ആയിരിക്കും നമുക്ക് ഡാറ്റ കിട്ടുന്നുണ്ടാവും. കണ്ട, ഇപ്പൊ ഇതേപോലെ നമുക്കിപ്പോ 5 മൂവി ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഇനി ഇതെങ്ങനെ പാസ് ചെയ്ത് കൊടുക്കാറ്? ഇപ്പൊ 5 മൂവി ഉണ്ടാക്കി. അപ്പൊ ഞാനിത് എങ്ങനെ നോർമലി എങ്ങനെയാ പാസ് ചെയ്യണേ? ഇപ്പൊ പേരില് ഈ ഒബ്ജക്റ്റ് പാസ് ചെയ്യും, അതേപോലെ ഒരു പേരിൽ ഒരു അറേ പാസ് ചെയ്യും. അപ്പൊ ഇവിടെ അറേന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോ വെറുതെ ഇപ്പൊ മൂവി 1 മൂവി 2 എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ പാസ് ചെയ്ത് കൊടുക്കാൻ പറ്റൂല. അറേ എന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്ത് ഒരു ഇൻഡെക്സ് ഉണ്ട്, ആ ഇൻഡെക്സ് വെച്ചിട്ട് ആക്സസ് ചെയ്യണം. ഓക്കെ, ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്, ഇത് പെട്ടെന്ന് മനസ്സിലാക്കാവുന്നുള്ളൂ. ഇവിടുത്തെ ഡാറ്റ എന്ന് പറഞ്ഞാൽ മൂവി 1 മൂവി 2 എന്നില്ല. ഇവിടെ ഇപ്പൊ നമ്മൾ ഇതിനെ വിളിച്ചാണ് പേരുന്നത് മൂവി ഡാറ്റ എന്നാണ്. ഓക്കെ, വെറുതെ മൂവി ഡാറ്റ എന്ന് പറഞ്ഞാൽ ഈ 5 ഡാറ്റ ഒരുമിച്ച് പോകും ഇതിന്റെ അകത്തോട്ട്. നമുക്ക് അങ്ങനെയല്ല വേണ്ട, ഇതിന്റെ ഒരെണ്ണം. അപ്പൊ നമ്മൾ ഇതിന്റെ അകത്ത് ഈ ഒന്നാമത്തെ ഒബ്ജക്റ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യണത് എങ്ങനെയാണ്? മൂവി ഡാറ്റ ഓഫ് 0. ആദ്യത്തെ ഇൻഡെക്സ് എപ്പോഴും 0 ആയിരിക്കും. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ നോർമൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറേന്റെ ഫസ്റ്റ് ഒബ്ജക്റ്റ് അറേന്റെ സെക്കൻഡ് ഒബ്ജക്റ്റ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ. ഇപ്പൊ കണ്ട, മൂവി ഡാറ്റ ഓഫ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവി 1 വരും, അതാണ് മൂവി 1. ദേ ഇനി മൂവി ഡാറ്റ ഓഫ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ എലമെന്റ് വരും മൂവി 2. ഇനി കൺസെപ്റ്റ് എനിക്ക് മനസ്സിലായി, എന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽ അറേന്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എലമെന്റ്സ് നീ പാസ് ചെയ്തു. പക്ഷെ ഇവിടെ നമ്മളിപ്പോ ഒരു 1000 ഒബ്ജക്ട്സ് ഉണ്ടെങ്കിൽ 1000 ലൈൻസ് ഓഫ് ഈ മൂവി 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 എന്ന് ടൈപ്പ് ചെയ്യണ്ടേ? അതും പാടാണ്. അതിന് വേണ്ടി ഒരു സിമ്പിൾ ആയിട്ട് മെത്തേഡ് എന്താ? അതിന് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ, നമുക്കിപ്പോ അറേ ഉണ്ടല്ലോ, ഇതിന് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കും, എന്നിട്ട് അവിടെ നിന്ന് മാപ്പ് ചെയ്യും. അവിടെ നമുക്ക് എന്ത് ചെയ്യാം? തീർച്ചയായിട്ടും ഇവിടെയാണല്ലോ ഇപ്പൊ ഡാറ്റ നമ്മൾ പാസ് ചെയ്യണേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? മാപ്പ് ചെയ്യാം. ഇപ്പൊ തീർച്ചയായും പറഞ്ഞില്ലേ മാപ്പ് ചെയ്യാന്ന്. ഇവിടെ നമ്മൾ പ്രോഗ്രാമിംഗ് കൺസെപ്റ്റിൽ പറയുവാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയാം? ലൂപ്പ് ചെയ്യാന്ന് പറയും. നമ്മൾ ലൂപ്പ് ചെയ്യില്ലേ, ഇപ്പൊ ഫോർ ലൂപ്പ് ഉണ്ട്, വൈൽ ലൂപ്പ് ഉണ്ട്, ഡു വൈൽ ഉണ്ട്, അങ്ങനെയുള്ള സാധനങ്ങളില്ലേ. ഇതേപോലെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജാവാ സ്ക്രിപ്റ്റിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ലൂപ്പാണ് മാപ്പ് എന്ന് പറയും. ഒരു ഫോർ ലൂപ്പ് പോലെ തന്നെ ഇത് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഓരോ എലമെന്റിലൂടെ ഇങ്ങനെ ലൂപ്പ് ചെയ്ത് പോകും, വിസിറ്റ് ചെയ്ത് പോകും. അതെ, അപ്പൊ ഇതെങ്ങനെയാണ് ഈ ലൂപ്പ് ഉപയോഗിക്കണേന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുന്ന വെച്ചാൽ, അതെ, ഇത് ഈ ലെറ്റിന്റെ സംഭവം കളഞ്ഞേക്കാം. ഇനിയിപ്പോ നമ്മൾ ഇതാണല്ലോ ഉപയോഗിക്കാം, മൂവി ഡാറ്റ. അപ്പൊ ഈ മൂവി ഡാറ്റ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ ഓഫ് 0 എന്നല്ല, അതിന് പകരം നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു കേർലി ബ്രാക്കറ്റ് ഇടും. നമ്മളിപ്പോ എന്തുകൊണ്ട് കേർലി ബ്രാക്കറ്റ് ഇടുന്നു എന്ന് വെച്ചാൽ, നമ്മളിപ്പോ അതെ ജാവാസ്ക്രിപ്റ്റിന്റെ സാധനമാണ് ഈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ലൂപ്പ് ഒക്കെ. അപ്പൊ അത് വരണമെങ്കിൽ അതിൽ നമ്മൾ എന്താണ് കേർലി ബ്രാക്കറ്റ്. ഇനി ഇതിന്റെ അകത്ത് എഴുതണം ഫുള്ള് ജാവാസ്ക്രിപ്റ്റ് ആണ്. ഇവിടെ അറേ ഓഫ് എലമെന്റ്സ് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ റിയാക്റ്റിൽ നമ്മൾ മാപ്പ് ഫംഗ്ഷൻ ഉപയോഗിക്കാം. അതെ, മാപ്പ് ഫംഗ്ഷൻ. അപ്പൊ എങ്ങനെയാണ് ഒരു മാപ്പ് ഫംഗ്ഷൻ എഴുതണേന്ന് ചോദിച്ചാൽ, ആദ്യം നമുക്ക് എന്ത് അറേ ആണോ നമ്മൾ ഉപയോഗിക്കണം ആ അറേ എടുക്കുക, അറേ നെയിം ആദ്യം എടുക്കുക. ഇനി നമ്മൾ എന്താ വെച്ചാൽ ഡോട്ട്, നമ്മൾ നേരത്തെ പഠിച്ചില്ലേ ഡാറ്റ ഡോട്ട്, ഇങ്ങനെ പഠിച്ചില്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇതിന്റെ അകത്ത് നമ്മൾ മാപ്പ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉപയോഗിക്കാൻ പോവാം. മാപ്പ് എന്ന് വെച്ചാൽ ഇതിലൂടെ മൊത്തത്തിലൂടെ ഇങ്ങനെ പോകുന്ന, അപ്പൊ മാപ്പ് ഫംഗ്ഷൻ. ഓക്കെ, ഫംഗ്ഷൻ ഇതെഴുതി. ഇനി എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മാപ്പ് ഫംഗ്ഷന്റെ അകത്ത് ഒരു എലമെന്റിനെ നമ്മൾ ആക്സസ് ചെയ്യണം. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഇതിന്റെ അകത്ത് ഒരു അനോണിമസ് ഫംഗ്ഷൻ ഉണ്ടാക്കും. അതെ, തീർച്ചയായിട്ടും എന്ത് നൊട്ടേഷൻ വേണമെങ്കിൽ പറയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ഒരു അനോണിമസ് ഫംഗ്ഷൻ ഉണ്ടാക്കിയതായിട്ട് എഴുതുക. ഓക്കെ, എന്നിട്ട് ഒരു ബ്രാക്കറ്റ് ഇടുക. ഇങ്ങനെയാണ് ജാവാസ്ക്രിപ്റ്റിൽ നമ്മൾ മാപ്പ് ചെയ്യണ നൊട്ടേഷൻ. ഇത് ഓരോന്ന് എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരാം. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? എന്ത് വേരിയബിൾ ആണെന്നുള്ളത് എടുത്തു, അതിനെ എന്ത് ചെയ്തു? നമ്മൾ മാപ്പ് ചെയ്തു. മാപ്പ് എന്ന് വെച്ചാൽ ഓരോന്നിലൂടെ പോവാം. ഇനി നമ്മൾ എന്ത് ചെയ്തു? ഒരു ഫംഗ്ഷനാന്ന് പറഞ്ഞു. ഇത് മഞ്ഞ കളറാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ മഞ്ഞ കളറിലുള്ള സംഭവം നമ്മൾ നോക്കുക. ഈ ഫംഗ്ഷൻ, ഇതിന്റെ അകത്ത് ഞാനൊരു അനോണിമസ് ഫംഗ്ഷൻ എഴുതി. അപ്പൊ ഈ അനോണിമസ് ഫംഗ്ഷൻ എന്തിനാ ഇവിടെ എഴുതണേന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ നമ്മൾ അനോണിമസ് ഫംഗ്ഷൻ എന്തിനാ ഉപയോഗിച്ചാൽ ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യാതിരിക്കുക. ഇവിടെ നമ്മൾ അനോണിമസ് ഫംഗ്ഷൻ ഉപയോഗിക്കണം വെച്ചാൽ ഓരോ സാധനത്തിനെ, ഓരോ എലമെന്റിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി, 1 2 ഇങ്ങനെ ഓരോന്നിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി. അതെ തന്നെ. അപ്പൊ മൂവി ഡാറ്റ ഡോട്ട് മാപ്പിന്റെ അകത്ത് ഈ ബ്രാക്കറ്റിന്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു എലമെന്റ്, അതിന് നമുക്കിപ്പോ എന്ത് ചെയ്യാം? ഐറ്റം എന്ന് പറഞ്ഞ പേരിൽ വിളിക്കാം, എന്ത് പേര് വേണമെങ്കിൽ വിളിക്കാം. ഇപ്പൊ മൂവിന്നോ
ഇന്നോ എന്നോ ബിസു എന്ത് പേര് വേണമെങ്കിലും വിളിക്കാം. ഓക്കെ, അപ്പൊ ഐറ്റം ഞാൻ പാസ് ചെയ്ത്. അപ്പൊ ഞാൻ എന്തെന്ന് വെച്ചാൽ ഇനി മൂവി ഡാറ്റ ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇപ്പൊ ഈ ഐറ്റം പാസ് ചെയ്തില്ലേ, ഇനി ഇതിന്റെ ഇടക്കാണ് ഞാൻ എന്ത് സാധനമാണോ പ്രിന്റ് ചെയ്യാൻ പോണത് അത് കാണിക്കേണ്ട HTML. അപ്പൊ ഇപ്പൊ അപ്പൊ മൂവി ഡാറ്റ ഡോട്ട് മാപ്പ്, പിന്നെ നോർമൽ ബ്രാക്കറ്റ്സ് സ്റ്റാർട്ട് ചെയ്ത് അകത്ത് നോർമൽ ബ്രാക്കറ്റ്സിനകത്ത് ഈച്ച് ഐറ്റം റെഫർ ചെയ്യുന്ന ഒരു നെയിം ഞാൻ സജസ്റ്റ് ഐറ്റം. അപ്പൊ ഇതിപ്പോ നമുക്കൊന്ന് കമന്റ് ചെയ്ത് വെക്കാം. ഇനി ഇതിന്റെ അകത്ത് നമ്മൾ എങ്ങനെയാണ് മൂവി കാണിക്കണെന്ന് വെച്ചാൽ ആദ്യം എന്ത് ചെയ്യുക, നമ്മൾ നോർമൽ മൂവി ടാഗ് വിളിക്കുക. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അകത്തോട്ട് നമ്മൾ ഡാറ്റ പാസ് ചെയ്ത് കൊടുക്കണ്ടല്ലോ, എന്ന് വെച്ചാൽ ഓരോ ഇൻഡിവിജ്വൽ സാധനം ഈക്വൽ ടു കേർലി ബ്രാക്കറ്റിന്റെ അകത്ത് ഐറ്റം എന്ന് കൊടുക്കാം. നേരത്തെ റെഫറൻസ് യൂസ് ചെയ്ത നെയിം. കാരണം എന്താ, ഈ ഐറ്റം എന്ന് പറഞ്ഞാൽ ഈച്ച് ഇൻഡിവിജ്വൽ ഐറ്റം ആണ്. അപ്പൊ ഈ ഈച്ച് ഇൻഡിവിജ്വൽ ഐറ്റത്തിന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഈ ഐറ്റം വെച്ച് ഡിനോട്ട് ചെയ്യാം. അപ്പൊ എന്തോ, അപ്പൊ നമ്മൾ വിചാരിക്കും അപ്പൊ ഇത് ഒന്ന് കാണിച്ചു, ഇനി രണ്ടാമതെയോ, അതിനാണ് ഈ മാപ്പ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ലൂപ്പ് പോലെ അല്ലേ, മാപ്പ് ഫംഗ്ഷന് ഓരോന്ന് ഇപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആദ്യം കാണിക്കും, പിന്നെ ഫസ്റ്റ് എലമെന്റ് കാണിക്കും, സെക്കൻഡ് എലമെന്റ് കാണിക്കും, തേർഡ് എലമെന്റ് കാണിക്കും. ആദ്യം ഇതെടുക്കും, എന്നിട്ട് എന്ത് ചെയ്യും, ഈ ഐറ്റത്തിന്റെ അകത്തോട്ട് ഇട്ട് കൊടുത്ത് അപ്പൊ അത് ആദ്യം പ്രിന്റ് ചെയ്യും. ഇനി രണ്ടാമത്തെ പ്രാവശ്യം എന്ത് ചെയ്യും, ഈ രണ്ടാമത്തെ ഹെഡിങ് എടുക്കുന്നു, ഈ ഐറ്റത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നു, പ്രിന്റ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ചെയ്യുന്നത് മാപ്പ് ഫംഗ്ഷൻ വർക്ക്. ഡിസ്പ്ലേ ചെയ്യാൻ നോക്കിയാലോ, തീർച്ചയായിട്ടും കണ്ട സിംഗിൾ ലൈൻ ഓഫ് കോഡ് ആയിട്ടുള്ളൂ മൂവി കമ്പോണന്റ്. തീർച്ചയായിട്ടും. അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, വളരെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തു, നമ്മൾ ഇവിടെ ഇത് കാണിച്ചു. ഇനി എന്ത് ചെയ്യാ, നമ്മൾ ഇപ്പൊ ഈ ഒരു സംഭവം കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കാറ്റഗറിക്ക് ഒരു നെയിമും കൂടെ കൊടുത്തേക്കാം. അപ്പൊ കാറ്റഗറി നെയിം നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യൂല, അതിന് പകരം എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേ പേജ് ഉണ്ടല്ലോ, ഈ ഡിസ്പ്ലേ പേജിന്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം, നെയിം പാസ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് കാറ്റഗറി തന്നെ കൊടുക്കാം. കാറ്റഗറി ഈക്വൽ ടു തീർച്ചയായിട്ടും കാറ്റഗറി ഈക്വൽ ടു ട്രെൻഡിങ്. ഇപ്പൊ നമുക്ക് ഒരു വാല്യൂ ഒക്കെ ഉള്ളെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ പാസ് ചെയ്യാം. അപ്പൊ ടി ക്യാപിറ്റലാക്കാം. ഓക്കെ, ഒരെണ്ണം ഒക്കെ ഉള്ളെങ്കിൽ നമുക്ക് ഇങ്ങനെ പാസ് ചെയ്യാം, കുറെ ഒക്കെ ഉള്ളെങ്കിൽ നമ്മൾ ആ രൂപത്തിൽ തന്നെ പാസ് ചെയ്യണം, അറേ പോലെ പാസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പാസ് ചെയ്യണം. തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മള് ട്രെൻഡിങ് എന്ന് പറഞ്ഞു മാറ്റി, ഇനിയിപ്പോ എന്ത് ചെയ്തു, ഹൊറർ ആക്കാം, ആക്ഷൻ ആക്കാം, പിന്നെ എന്ത് വേണം, റൊമാൻസ് ആക്കാം. ഓക്കെ, ഇപ്പൊ എന്ത് ചെയ്ത്, ഓക്കെ, അപ്പൊ നമ്മൾ ഇത് കാറ്റഗറി പാസ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, മൂവി റോയിൽ വരണം. മൂവി റോയിൽ വരുമ്പോ ആദ്യം ഇവിടെ ആക്സസ് ചെയ്തിട്ടില്ലല്ലോ, അപ്പൊ ആദ്യം നമ്മൾ ഇത് മേടിക്കണം, മൂവി റോയിൽ മേടിക്കണം. ഡീസ്ട്രക്ചർ ചെയ്തു, കാറ്റഗറി എന്ന് പറഞ്ഞ പേരിൽ മേടിച്ചു. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, കേർലി ബ്രാക്കറ്റ് ഇടുന്നു, കാറ്റഗറി എന്ന് വിളിച്ചാൽ ഈ സംഭവം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. കണ്ട, ട്രെൻഡിങ്, ഹൊറർ, ആക്ഷൻ, റൊമാൻസ്, ഇങ്ങനെ ഓരോന്ന് കാണാൻ പറ്റും. ഇപ്പൊ നമ്മള് മൾട്ടിപ്പിൾ ഒരേ റോയില് മൾട്ടിപ്പിൾ മൂവീസ് ആണ്. അതെ, പക്ഷെ എല്ലാ റോയിലും സെയിം സെറ്റ് ഓഫ് മൂവീസ് തന്നെയല്ലേ. അതെ, അത് മാറ്റാൻ എന്താ വഴി? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണോന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മൂവി റോ എന്ന് പറഞ്ഞ സാധനത്തിന്റെ അകത്ത് ഒരു മൂവി റോ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് ഇവിടെ ഓൾറെഡി ഓരോ എല്ലാത്തിലും ഒരേ സാധനം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാണ് ഇവിടെ. അപ്പൊ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തതിന് പകരം മൂവി റോയില് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഓരോ ഡിസ്പ്ലേ പേജിൽ ഏറ്റവും റൂട്ട് ആയിട്ടുള്ള ആൾക്കാരുടെ ഡിസ്പ്ലേ പേജിൽ സെറ്റ് ചെയ്തിട്ട് നമ്മൾ മൾട്ടിപ്പിൾ സാധനം പാസ് ചെയ്യണം. ഇതിനല്ലേ നമ്മൾ API യൂസ് ചെയ്യുന്നത്. അതെ തന്നെ. അപ്പൊ എന്ത് API ആവുമ്പോഴത്തേക്കും നമുക്ക് ഓൾറെഡി അവിടെ സെറ്റ് ചെയ്യുന്നു, ഇങ്ങനെ വിളിക്കുന്നു. അങ്ങനെയാണ് നോർമലി കുറെ മൂവീസ് നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത ഒരു ലിങ്കിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഇവിടെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മൾട്ടിപ്പിൾ മൂവീസ് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. അതുമായിട്ട് ഞങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ വരാം. ഓക്കെ, സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.